ദൈവം വിടത്തില്ല. ഈ വികസനം എന്ന് പറഞ്ഞപ്പോൾ ഇവർ മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ഞങ്ങൾ അവരുടെ കൂടെ പോകാൻ കാര്യം ആരെങ്കിലും ഒരാൾ വേണ്ടേ? BJPക്കാർ ഇത് NSS കേസിന് പോയി ഇവരെ ഓടിക്കളഞ്ഞു. എന്നിട്ട് അപ്പം ഞങ്ങൾ ചോദിച്ചു, എന്താ നിങ്ങൾ കേന്ദ്രം ഭരിക്കുന്നില്ലേ? നിങ്ങൾ വിചാരിച്ചാൽ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്ന് ഈ പ്രശ്നം, ശബരിമലയുടെ പ്രശ്നം അവസാനിപ്പിക്കരുതോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്നറിയാം, ഞങ്ങളത് ചെയ്യും. എന്താണ് ചെയ്തോ? ചെയ്തില്ല. വികസനം ഞങ്ങളിപ്പോൾ പ്ലെയിൻ ഇറക്കുമെന്ന് പറഞ്ഞു. അവിടെ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു തീവണ്ടി ഇറക്കുമെന്ന് പറഞ്ഞു. എവിടെ തീവണ്ടിയും പ്ലെയിനും ഒക്കെ? ഇവരെന്തോ ചെയ്തു ആ ക്ഷേത്രത്തിന് വേണ്ടി? വടക്കേ ഇന്ത്യയിലുള്ള നദികൾ മുഴുവൻ ആളിനെ കാവലിട്ടിരിക്കുക, അത് വൃത്തികേടുണ്ടാകാതിരിക്കാൻ. വെള്ളമൊക്കെ ശുദ്ധി ചെയ്ത് വളരെ ഇതായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, പരിശുദ്ധമാക്കിക്കൊണ്ടിരിക്കുക. നമ്മളിവിടുന്ന് അവിടെ പോകുന്ന ശബരിമലയിൽ ആ പരിപാവനമായ പമ്പാ നദി, അതിനകത്തൂടെ തീട്ടക്കണ്ടിയല്ലേ ഒഴുകുന്നത്. അതിൻ്റെ കീഴെ മുങ്ങിയച്ചല്ല ഈ അയ്യപ്പന്മാരവിടെ പോകുന്നത്. 10.5 വർഷമായല്ലോ കേന്ദ്രം ഭരിച്ചിട്ട്. എന്തോ ചെയ്തു? അപ്പോൾ ഇവർ എന്തെങ്കിലും ആട്ടെ, രാഷ്ട്രീയമാകട്ടെ, എന്താകട്ടെ, അങ്ങനെ ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ നമ്മളും കൂടെ അതിനകത്ത് സഹകരിച്ചേക്കാന്ന്. എന്ത് കോളിളക്കമായിരുന്നു ഇവിടെ എന്ന് അറിയാം. ഭയങ്കര കോളിളക്കം. അതുകൊണ്ട് NSSനെ അതിലൊന്നും പിന്മാറ്റാൻ ഒക്കത്തില്ല. ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചോദ്യം വേണം ചോദിച്ചു, എല്ലാത്തിനും ഉത്തരവുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ 10-20,000 നായന്മാരുണ്ടായിരുന്നു ഒരു സമ്മേളനത്തിൽ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ട്. ഞാൻ അവരോട് ചോദിച്ചു, ഇവിടുത്തെ ഇത് മീഡിയ സോറി നമ്മുടെ എന്തോ അതിൻ്റെ പറയും, യൂട്യൂബ് അതല്ലല്ലോ, നവമാധ്യമങ്ങൾ അല്ലേ, സോഷ്യൽ മീഡിയ. ഈ സോഷ്യൽ മീഡിയ ഒക്കെ എന്തെല്ലാം പറഞ്ഞു. അതൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതൊന്നും എറിച്ചിട്ടുമില്ല ആർക്കും. ഞങ്ങൾ ആരോടും ഉന്നയിക്കും, വന്ന ഉടനെ ഇത് തന്നെ പറയുന്നത്. അത് കഴിഞ്ഞേ കാപ്പി കൊടുക്കുള്ളൂ. അത് ഓരോരുത്തരുടെയും വീട്ടിലേക്കായിരിക്കും ലൈൻ. ഇതൊന്നും നടന്നില്ലല്ലോ സാറേ. നടന്നോ? അവർക്കിപ്പോൾ സർവാധികാരമില്ലേ? എന്താ ചെയ്യാഞ്ഞ്? ഞങ്ങൾ ഹിന്ദുവിൻ്റെ എല്ലാം കുത്തക ഞങ്ങൾക്കാന്ന് പറയുന്നുണ്ട്. എന്തോ ഇത് ശബരിമലയ്ക്ക് വേണ്ടി? ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമല്ലേ. എന്നിട്ട് ഹിന്ദുവിൻ്റെ എല്ലാം ഞങ്ങളുടെയാണ്. അങ്ങനൊന്നും വേണ്ട. ഹിന്ദു ഞങ്ങളുടെ കൊണ്ടാണ്, ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ മാത്രമല്ല. അല്ലാതെ ഇനിയുണ്ട് ഒരുപാട് സംസാരിക്കാൻ. നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ടല്ലേ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചു, ഞാൻ പറയാം. ഞാൻ ഈ 10-20,000 പേരുടെ മുമ്പ് വെച്ച് ഞാൻ ചോദിച്ചു. ഈ നവമാധ്യമങ്ങളിലോടൊക്കെ നിങ്ങൾ ഒരുപാട് വായിക്കുന്നുണ്ടല്ലോ. എന്നെ അല്ല NSSനെ അല്ല, NSS നേതാക്കന്മാരെ അല്ല, എന്നെ വ്യക്തിപരമായി വ്യക്തിഹത്യ ചെയ്ത് എൻ്റെ കുടുംബക്കാരെ വരെ ആക്ഷേപിച്ച ഈ നവമാധ്യമങ്ങളോട് ഉൾപ്പെടുന്ന ആളുകൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ചോദിക്കാൻ ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് ചോദിക്കും. ഏത് ചോദ്യത്തിനും മറുപടി പറയും. അത് രാഷ്ട്രീയമാകട്ടെ, സംഘടനാപരമാകട്ടെ, വ്യക്തിപരമാകട്ടെ. ഒറ്റ ഒരു തമ്മിടിയില്ല. 5 മിനിറ്റ് യോഗം നിർത്തി വെച്ചാൽ മുഴുവൻ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. NSSനെതിരായിട്ട് തെറ്റിദ്ധാരണ. ഞാൻ 64 വർഷമായി, ഇപ്പോൾ 63 വർഷമായി ഇതിനകത്ത് പ്രവർത്തിക്കുന്നു. പക്ഷെ ഞാൻ NSSന് വേണ്ടി മന്നത്ത് പത്മനാഭൻ തുടങ്ങി വെച്ച പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. രാഷ്ട്രീയം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും എനിക്കൊന്നും അതിൽ സ്വാർത്ഥത ഉണ്ടായിരിക്കില്ല. അതാണ് അതിനകത്തുള്ള പ്രധാന കാര്യം.